അന്നദാതാവാണെങ്കിൽ വ്യവസായം നമ്മുടെ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ ആകെയുള്ള വികസനത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യവസായവും കൃഷിയും ഒന്നിച്ചു പോകേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെപ്പോഴും കേട്ട് കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വില കിട്ടാതെ തീരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ ഇവിടെ നാട്ടിൽ നിലവിലുണ്ട്. ചില സമയത്ത് നമ്മൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വണ്ടി വാഹനം 5 രൂപയ്ക്ക്, അതായത് 100 രൂപയ്ക്ക് 3 കിലോ 4 കിലോ ഒക്കെ ഏത്തയ്ക്ക വിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കപ്പ ഒക്കെ നമ്മുടെ തനത് ഉൽപ്പന്നങ്ങളായ ഏത്തയ്ക്കയും കപ്പയും ഒക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഉപഭോക്താവിന് കിട്ടുന്നെങ്കിൽ കർഷകന് എത്രമാത്രമായിരിക്കും? 35 രൂപയ്ക്ക് 1 കിലോ ഏത്തയ്ക്ക ഒരു ഉപഭോക്താവ് വാങ്ങുന്നെങ്കിൽ കർഷകന് ഒരു 10 രൂപയായിരിക്കും ആ 1 കിലോയ്ക്ക് കിട്ടുന്നത്. ഒരു വർഷം കാത്തിരുന്നുണ്ടാകുന്ന ഒരു ഏത്തക്കൊല വിൽക്കുമ്പോൾ 1 കിലോയ്ക്ക് 10 രൂപ വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം കൃഷി ചെയ്യാൻ കർഷകന് തോന്നാൻ പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും കൃഷി ചെയ്യുന്നുണ്ടോ? കാരണം അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ കൾച്ചറുണ്ട്, സംസ്കാരം. വ്യവസായവും കൃഷിയായിട്ടുള്ള പ്രധാന വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് കൃഷി. അതുകൊണ്ട് തന്നെ ഈ വർഷം നഷ്ടം വന്നാലും അടുത്ത വർഷം എവിടെയെങ്കിലും കടം വാങ്ങിയായാലും കർഷകൻ കൃഷി, കാരണം അത് നമ്മുടെ സംസ്കാരമാണ്, നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ നമ്മുടെ അന്നം ആണ്. അതുകൊണ്ട് തന്നെ കൃഷി ഇല്ലാതിരിക്കാൻ പറ്റും. കൃഷി എത്ര രൂപ എത്ര വലിയ ധനം ഉണ്ടായാലും ഒരാൾ കൃഷി ചെയ്ത ഉൽപ്പന്നമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല. വയലുകൾ നികത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൈമാണ്, ക്രിമിനൽ ആക്ടിവിറ്റി. അതിന്റെ ഫലമാണ് നമ്മുടെ സമയം. 2018 പ്രളയം നമ്മുടെ വീടുകൾക്കകത്ത് കൂടി വെള്ളം കയറി പോയെങ്കിൽ വെള്ളത്തിന് പോയി കിടക്കാനുണ്ടായിരുന്ന നിലങ്ങളെല്ലാം നമ്മൾ മൂടിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ആലോചിച്ചൊക്കെ അറിയാം. കാരണം വെള്ളത്തിന് പോയി ഒരു കുഴി ഉണ്ടാവണം, ഒരു താഴ്ന്ന സ്ഥലം ഉണ്ടാവണം അതിന് കിടക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ വീടിനകത്തേക്ക് കയറുന്നത് കിടക്കും. അപ്പോൾ ഈ വയലുകൾ നികത്തിയത് യഥാർത്ഥത്തിൽ നമ്മൾ മഹാപരാധമാണ് ചെയ്തത്. കർഷകരെ അത് എങ്ങനെ ഈ കൃഷിയിലേക്ക് നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ച് സീരിയസ് ആയി ഗൗരവമായി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളത് സംശയമേറ്റ കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർഷകരെ എന്റർപ്രീനേഴ്സ് ആക്കി മാറ്റുക, അതായത് അഗ്രിപ്രീനേഴ്സ് ആക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ അവരുടെ വരുമാന വർധനവിന് കാരണമാകും. കൃഷി അട്രാക്റ്റീവായി മാറും. യുവതലമുറയെ നമുക്ക് കൃഷിയിലേക്ക് ആകർഷിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും ഒരു മധ്യവയസ്കരും 3 വയസ്സിന് മുകളിലേക്കുള്ളവരാണ്. ഞാൻ ഉദ്ദേശിച്ച ആകർഷകമായിരിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമം എടുത്തില്ല എങ്കിൽ അനധിവിദൂര ഭാവിയിൽ അടുത്ത ജനറേഷന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ നാട്ടിലുണ്ടാവില്ല. UK അതുപോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഭക്ഷണം ഉൾപ്പെടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഭാരതം വളരും. ഭാരതത്തിന്റെ ഇത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടുവന്നു. പ്രത്യേകിച്ച് കേരളം ഓരോ ഇഞ്ചിലും ആളുകൾ തിങ്ങി താമസിക്കുന്ന നാടായതുകൊണ്ട് തന്നെ ഒരു നഗരം പോലെ വളരുന്ന നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സുരക്ഷയുമായി കണക്ട് ചെയ്ത് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് കർഷകർക്ക് വരുമാന വർധന ഉണ്ടാകാൻ അഗ്രിപ്രീനേഴ്സ് ആക്കുക, അതായത് അവരെ കർഷകരെ അഗ്രികൾച്ചറിസ്റ്റുകളെ എന്റർപ്രീനേഴ്സ് ആക്കി മാറ്റുക തന്നെയാണ്. അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് വ്യവസായ വകുപ്പും കൃഷി വകുപ്പും സംയോജിതമായി FPOകളുമായി അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസേഷൻസുമായി ചേർന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യം. അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് എൻ്റെ ലക്ഷ്യം. പ്രധാന ക്ലാസ് ഞാൻ ഈ പറയുന്നതൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾ അത് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം.